തങ്ങിനെ തന്നെ പാതിരവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാനുലകിലേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാൻ അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്ക വിഭവുമാമിലവുമാം കുസുമവുമാം അവലുമാമലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യമണവാളനൊക്കെയുമാകും. മലങ്കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭമിനി യാചിച്ചു കൊണ്ടന്ന ധാന്യം. ക്ഷിപ്രമിരുട്ടത്തിരിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും അപ്രതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കുലങ്കാഷ കുതൂഹലം കൂടെയുമെടുത്തിട്ടനു കുലയായ പത്നിയോടു യാത്രയും ചൊല്ലി. ബാലാദിക്ക വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പുതും ചെയ്തു കുചലൻ. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗളിച്ചു. നാഴിക തോറും വളരും ഭക്തി നൽകുമാനന്ദമായിങ്കലുടനുടൻ മുഴുകുകയും താഴുകയും ചെയ്തു. കാലമൽപ്പം പോലും പാഴാക്കാതെ പോയി വിപ്രൻ വിവിധങ്ങളാം ഗ്രാമനഗരാദികളെ കടന്നിട്ടു സഞ്ജനാന ഗ്രാമിണി ഗമിക്കുന്നേരമഗണ്യമായാൽ. രാമാനുജന്റെ ഹൃദയമറിവാൻ മേലയെടുത്തു രോമാഞ്ചമേലായി വണ്ണം ചിന്തിത ചെയ്തു.